200 centimeter cube of an aqueous solution of a protein contains 1.26 gram of the solution. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the solute. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? പൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സി ടി. പൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സി ടി. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കോൺസ്റ്റൻ്റായ ആർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സി ടീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം പൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? പൈ ഈസ് ഈക്വൽ ടു ആർ സി ടി എന്ന് കിട്ടി. സി എന്ന് വെച്ചാൽ എന്താണ്? സി ഈസ് ദ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി, ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആൻഡ് ആർ ഈസ് ദ സൊല്യൂഷൻ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് സീനെ ഒന്ന് മാറ്റാം. സി ഈസ് ഈക്വൽ ടു, സി എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. എന്താണ് സി? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത്ര വോളിയത്തിൽ ഇത്ര സൊല്യൂട്ട് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇതും ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ആർ ഇൻറ്റു എൻ ബി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു എൻ ബി ഡിവൈഡഡ് ബൈ വി എൽ ഇൻറ്റു ടി. ഇനി നോക്കിയേ, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് എൻ ബിനെ നമുക്ക് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് എഴുതാമല്ലോ. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ എന്താകും? ഡബ്ല്യു ബി എം ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ വി എൽ. അപ്പോൾ എന്തെന്ന് കിട്ടി? പൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി എൽ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യണേ. ഇനി നോക്കി, ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. എന്താണ്? വി എൽ വോളിയം ഈസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയത്തെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 200 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 0.2 ലിറ്റർ എന്ന് കിട്ടി. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു 2.57 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ബാർ. ഇനി അടുത്തത് ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ 300 കെൽവിൻ. ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട്? ഡബ്ല്യു ബി. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 1.26 ഗ്രാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഈ ഇക്വേഷനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ ഡബ്ല്യു ബി എത്രയാണ്? ഡബ്ല്യു ബി 1.26 ഗ്രാം ഇൻറ്റു ആർ ടി 0.083 ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. അതേ ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ എത്രയാണ്? പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? 2.5 ഇൻറ്റു 10 റൈസ് ടു -3 ബാർ ഇൻറ്റു വോളിയം 0.2 ലിറ്റർ. ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ യൂണിറ്റ് ആദ്യം ക്യാൻസൽ ചെയ്യാം. ഇത് ബാറ് പോകും, കെൽവിൻ പോകും. സർ എന്തെന്ന് കിട്ടും? 61039 ഗ്രാം പെർ മോൾ.